കയ്യിൽ അമൃതേന്തി ചമ്രം പടിഞ്ഞിരിക്കുന്ന ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഏകദേശം 1000 വർഷത്തിലധികം പഴക്കമുണ്ട്. നിലമ്പൂർ കോവിലകത്തിന്റെ അധീനതയിലുള്ള തപസ്സനുഷ്ഠിക്കുന്ന ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നിലമ്പൂർ കോവിലകക്കാരുടെ ഒരു കോവിലകം ഈ ചിറയിൻ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അത് വളരെ കുറഞ്ഞ കാലമായിട്ടുള്ളൂ പൊളിച്ചു മാറ്റിയിട്ട്. ഇവിടെ വർഷത്തിലൊരു ദിവസം നിലമ്പൂർ കോവിലകത്ത് നിന്ന് പൂജാരി വന്ന് പൂജ നടത്തിയിരുന്നു. ആ സമയത്ത് ക്ഷേത്രത്തിന്റെ അവകാശികൾക്ക് മുണ്ടും നെല്ലും ഭക്ഷണ സാധനങ്ങളും അവർ നൽകിയിരുന്നു. ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് ചിറയിൽ എന്ന സ്ഥലത്താണ്. അത് മലപ്പുറം പാലക്കാട് കോഴിക്കോട് റോഡിലെ NH കോളനി റോഡിലാണ് വരേണ്ടത്. കോളനി റോഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് മിനിയൂട്ടിലേക്കുള്ള റോഡിലേക്ക് വന്നിട്ട് അമ്പലത്തിലെ ഗേറ്റുണ്ട്. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ചിറയിൽ പ്രദേശത്തിന് പഴയ കാലത്ത് ചിറക്കൽ എന്നായിരുന്നു പേര്. ബ്രാഹ്മണ കുടുംബം കൂട്ടമായി താമസിച്ചിരുന്ന പ്രദേശത്തിന് പറയുന്ന പേരാണ് ചിറക്കൽ. ചിറയിൽ പ്രദേശം NH കോളനി മുതൽ വെള്ളാറ് വരെ ഉൾപ്പെടുന്ന 2 ഭാഗവും മലയും മധ്യഭാഗത്ത് തോടും വയലും ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു. ഏകദേശം 11 ക്ഷേത്രങ്ങൾ ഈ ചിറയിൽ പ്രദേശത്തുണ്ടായിരുന്നു. എന്നാൽ അവശേഷിക്കുന്ന ഏക ക്ഷേത്രം ചിറയിൽ അയ്യപ്പ ക്ഷേത്രമാണ്. കാർഷിക രംഗത്ത് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ചിറയിൽ പ്രദേശം. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനു മുന്നേ ഈ ഭാഗത്തുകൂടെ കോഴിക്കോട് നിന്ന് സാധനങ്ങൾ ചുമടായി പോയിരുന്ന പ്രദേശമാണ്. ചിറയിൽ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ബ്രാഹ്മണ കുടുംബം ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ചിറയിൽ എന്ന് പറയുന്നത്. ചിറക്കൽ എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. അത് പിന്നീട് ചിറയിൽ എന്നായതാണ്. ഈ ചിറക്കൽ എന്ന് പറയുന്ന പ്രദേശം ഇന്ന് കാണുന്ന NH കോളനിയുടെയും വെള്ളാറിൻ്റെയും ഇടക്ക് കാണുന്ന ഒരു പ്രദേശമാണ് ചിറയിൽ എന്ന് പറയുന്ന പ്രദേശം. ഈ പ്രദേശത്ത് ഏകദേശം 11 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ 11 ക്ഷേത്രങ്ങളിൽ 10 നഷ്ടപ്പെട്ടു പോയി. ഇപ്പോൾ ആകെ ഈ ചിറയിൽ അയ്യപ്പ ക്ഷേത്രം മാത്രമേ ഉള്ളൂ. ഈ ക്ഷേത്രം നിലമ്പൂർ കോവിലകത്തിൻ്റെ വകയായിട്ടാണ് ഈ ക്ഷേത്രം ഇവിടെ കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സാമൂതിരി രാജാവിൻ്റെ പൈതൃകം ഉൾക്കൊള്ളുന്ന നെടിയിരുപ്പ് സ്വരൂപം ഉൾക്കൊള്ളുന്ന പ്രദേശമായിരുന്നു. ആ പ്രദേശത്തിനും ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ചേരമാൻ പെരുമാളിൻ്റെ കാലത്ത് മാനവേന്ദ്ര വിക്രമാദിത്യൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു നെടിയിരുപ്പിൽ ചിറയിൽ പ്രദേശത്ത് ഒരു വാള് കൊടുക്കുകയും ആ വാളിന് ഐതിഹ്യം വെച്ചിട്ട് കൊണ്ട് ചിറയിൽ പ്രദേശത്തിൻ്റെ ഉത്ഭവവും അതിൻ്റെ സ്ഥാനങ്ങളൊക്കെ നിലക്കുന്നത്. ഇവിടെ നിലമ്പൂർ കോവിലകത്തിൻ്റെ ഒരു തറവാട് വീടുണ്ടായിരുന്നു, കോവിലകം എന്ന് പറയുന്നത്. അത് പിന്നെ നിലമ്പൂർ കോവിലകക്കാർ തന്നെ വേറൊരാൾക്ക് വിറ്റു. അവരെ കൈവശമായിരുന്നു ആ വീട്. ആ വീട് ഇവിടെ അടുത്ത കാലത്താണ് പൊളിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ നിലമ്പൂർ കോവിലകത്തിന് 3 ദേശത്ത്, അതായത് കണ്ണമംഗലവും നെടിയിരുപ്പും മുറയൂരും, ഈ 3 പ്രദേശത്ത് അവരെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചരിത്രത്തിൽ പറയുന്നത്. 1000 വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രമാണ് ചിറയിൽ അയ്യപ്പ ക്ഷേത്രം. ഇവിടെ അമൃത കലശം കയ്യിലേന്തിയിട്ടുള്ള ഭഗവാന്റെ രൂപമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ഒരു കാനന ക്ഷേത്രമാണ്. ഇവിടെ മാസത്തിലാണ് ഒരു ദിവസമായിരുന്നു പൂജ ഉണ്ടായിരുന്നത്. അന്ന് നിലമ്പൂർ കോവിലകത്തുനിന്ന് ആളുകൾ ഈ പ്രദേശത്ത് വന്ന് ഈ പ്രദേശത്ത് പൂജ നടത്തി അവർ തിരിച്ചു പോലായിരുന്നു കുറേ കാലങ്ങളായിട്ടല്ലേ. സാമൂതിരി കുടുംബമായി ഏറെ ബന്ധമുള്ള പ്രദേശമാണ് ചിറയിൽ പ്രദേശം. ചേരമാൻ പെരുമാളിന്റെ കാലത്ത് ചിറയിൽ പ്രദേശത്ത് വെച്ച് മാനവേദൻ വിക്രമാദിത്യന് വാള് കൈമാറിയ ഒരു പ്രദേശമാണ്. ഇതാണ് പിന്നീട് നെടിയിരിപ്പ് സ്വരൂപമായി അറിയപ്പെട്ടിരുന്നത്. ഈ
ഈ ദേശത്ത് ഒരു കാലത്ത് ധാരാളം ആളുകൾ താമസിച്ചിരുന്ന പ്രദേശമായിരുന്നെങ്കിലും പിന്നീട് എന്തോ മാരക രോഗമായിട്ടോ അതോ കൂട്ടമായി പലായനം ചെയ്തിട്ടോ 600 വർഷക്കാലം ഈ പ്രദേശത്ത് ഒരു മനുഷ്യനും ഇല്ലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. ആണ് ആദ്യമായി ഈ ക്ഷേത്രത്തിൽ ഒരു രാമായണ സപ്താഹം നടക്കുന്നത്. അന്ന് ഈ ക്ഷേത്രം വെറും ശ്രീകോവിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഈ 2024 ആയതോടുകൂടി ക്ഷേത്രത്തിൽ ഇത്രയും പുരോഗതി വരാൻ കാരണം ഇവിടെ സജ്ജന സംസർഗവും സജ്ജന സംഘവും നടന്നതുകൊണ്ട് മാത്രമാണ്. ഞാനും അതേപോലെ ഇവിടെ പൂജ ചെയ്തിരുന്ന ഈ ജയപ്രകാശൻ നമ്പൂതിരിയുമാണ് വാസ്തവത്തിൽ ഇതിൻ്റെ തുടക്കം. അതിനുശേഷം ഇത്രയും വിപുലമായി മാറിയത് സാക്ഷാൽ കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. എന്തിനാണിത്രയും കൃഷ്ണ പരീക്ഷണം ഏഴയ്ക്കു തോഴനല്ലേ എന്നും ഭക്തനുദാസനല്ലേ. ഭഗവാനെ കൃഷ്ണ, അങ്ങയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിട്ട് അങ്ങയെ കാണാതെ തിരിച്ചു പോകേണ്ടി വരുമോ ഭഗവാനെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന സുധാമാവിന്റെ അടുത്തേക്ക് 7ാം മാളിക മുകളിൽ നിന്നും ഓടി താഴേക്ക് ഇറങ്ങി വന്ന ആ ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് സുധാമാവിനെ മാറോട് ചേർക്കുന്ന ആ രംഗം ആ ദ്വാരകാവാസികളെല്ലാം കണ്ട് അത്ഭുതപ്പെടുകയാണ്. മണ്ഡലകാലത്ത് 41 ദിവസവും പൂജയുണ്ട്. രാവിലെയും വൈകുന്നേരം തുറക്കും. വൈകിട്ട് എന്നും അന്നദാനമുണ്ട് മണ്ഡലമാസത്തിൽ. പിന്നെ എല്ലാ ശനിയാഴ്ചയും തുറക്കും. പിന്നെ മകരവിളക്ക്, വിഷു, ഓണം, തിരുവാതിര എന്നുള്ള ദിവസങ്ങളിലൊക്കെ തുറക്കും. അങ്ങനെ ശ്രീകൃഷ്ണാഷ്ടമിക്ക് ഇവിടുന്ന് ഘോഷയാത്ര ഉണ്ട്, ഗംഭീരമായിട്ടാണ്. പിന്നെ ഒരുപാട് ഭക്തജനങ്ങളെ സമ്പർക്കം വരും. ഇവിടെ നല്ല തിരക്കാണ് മണ്ഡലമാസത്തിൽ. ചിറയിൽ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ കിഴക്കുംപാട്ടില്ലത്തെ വാസുദേവ നമ്പൂതിരിപ്പാടാണ് തന്ത്രി. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഈ ക്ഷേത്ര ശ്രീകോവിലിന്റെ പകുതി ഉയരത്തിൽ പ്രതിഷ്ഠയാണ്. പൂജാകർമ്മങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ സുജിത്ത് തിരുമേനിയാണ്. 21 വർഷമായിട്ടാണ് ഇവിടെ പ്രാദേശികമായിട്ട് കമ്മിറ്റി ഉണ്ടാക്കി ഈ ക്ഷേത്രം കമ്മിറ്റിയുടെ കീഴിൽ വന്നിട്ടുള്ളത്. ഈ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ കാണുന്ന പുരോഗതി എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ ക്ഷേത്രത്തിന് 25 സെന്റ് സ്ഥലവും അതിലേക്കുള്ളൊരു വഴിയും ആണ് നിലമ്പൂർ കോവിലകക്കാർ നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയുള്ള സ്ഥലമൊക്കെ ഈ കമ്മിറ്റിക്കാർ രൂപം വന്നതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. വൃക്ഷമാസത്തിലാണ് ഇവിടെ അഖണ്ഡനാമം നിശ്ചയിക്കുകയും ആ വൃക്ഷമാസത്തിൽ അതിൻ്റെ ചട്ടകെട്ടുകളൊക്കെ നോക്കും, പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. പിന്നെ ഇവിടെ ഒരു തന്ത്രിയുണ്ട്, അയാളാണ് പൂജ ചെയ്യുക. പിന്നെ 41 ദിവസം പരിപാടി കഴിഞ്ഞിട്ട് 18-ാം തീയതി മണ്ഡലം 18-ന് പിന്നെ അഖണ്ഡനാമമാണ്. അഖണ്ഡനാമം കഴിക്കും. ആ പരിപാടിയെ നടത്തുള്ളൂ. ചിറയിൽ ശ്രീ അയ്യപ്പസ്വാമി ഈ പ്രദേശത്തെ എല്ലാ ഭക്തർക്കും അഭീഷ്ട വരദാനങ്ങൾ നൽകി വാണരുളുന്നു.